പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജന്മി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ശ്രദ്ധേയമായ ഒരു സദസ്സിൽ പരിമിതമായ പരിചയവും അറിവും വച്ച് അർബുദ രോഗത്തെക്കുറിച്ച്, ക്യാൻസറിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടി വന്നിരിക്കുകയാണ്. വളരെ പരിമിതമായ ഒരറിവിൽ നിന്ന് പറയുന്ന കാര്യങ്ങളെന്ന് എടുത്ത് നിങ്ങൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്താൽ മതിയാവും. പ്രഖ്യാതരായ ചില ആചാര്യന്മാരുടെ പാദരേണുക്കളെ പിന്തുടരുവാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരറിവ് വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞതും ഇവിടെ എത്തിയത്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം മഹാരോഗങ്ങളുടെ പട്ടികയിൽ ഒരിക്കലും പെട്ടിട്ടില്ലാത്ത രണ്ട് രോഗങ്ങൾക്കാണ് ഇന്ന് ഏറ്റവും പ്രാധാന്യം ചികിത്സാ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആയുർവേദം വിഷമിച്ചു നിൽക്കുന്നത്. സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ അതിൽപ്പെടുന്ന പല രോഗങ്ങളും ആ പേരിന് അർഹമല്ല. ക്യാൻസർ എന്ന പേരിന് അർഹമല്ല. ക്യാൻസറും ഹൃദ്രോഗവുമാണ് ഇന്ന് ഏറ്റവും അധികം പ്രാധാന്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നവ, ഏറ്റവും ഭയമുണ്ടാക്കുന്നവ. കാർഡിയോളജിയും ഓങ്കോളജിയും തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒരു 10% വരുന്ന സ്പെഷ്യലൈസേഷനിലേക്ക് കടക്കുന്ന ഡോക്ടർമാരുമായി നിങ്ങൾ സമ്പർക്കം പുലർത്തുമെങ്കിൽ അവർ രഹസ്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്: ഓ, കിട്ടിയത് കാർഡിയോളജിയാണ്, അപ്പോൾ ഹൃദ്രോഗം കൊണ്ട് മരിക്കാം. വളരെ ബുദ്ധിമുട്ടിയാണ് ഓങ്കോളജി കിട്ടിയത്. ക്യാൻസർ വന്ന് മരിക്കേണ്ടി വരുമോ? ഇങ്ങനൊരു ചൊല്ല് ഒട്ടേറെ ഡോക്ടർമാരുടെ തലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. ആദ്യമാണോ ഞാൻ പറയുന്നത് കേട്ടാണോ ആദ്യമായി കേൾക്കുന്നതെന്നും എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടാവുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല. ഒരു ഇന്ററാക്ഷൻ എന്ന നിലയിൽ പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു ചൊല്ലിന്ന് നിലനിൽക്കുന്നുണ്ട്. ആ ചൊല്ല് ചിലപ്പോൾ അന്വർത്ഥമല്ലേ എന്ന് തോന്നുന്ന ചില വിഡ്ഢിത്ത സംഭവങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അത്ര ലോജിക്കൊന്നുമില്ലാത്ത. കാരണം എന്റെ കുട്ടിക്കാലത്ത് കേരളത്തിലെ ക്യാൻസർ ഇത്ര വിപുലമായി ഉണ്ടായിരുന്നില്ല. എന്നെ കേൾക്കുന്ന 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരുടെ ഒന്നും കുട്ടിക്കാലത്ത് ഇത് കേട്ടിട്ടുണ്ടാവില്ല. എനിക്ക് വയസ്സ് 53 അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അത്രയൊക്കെ അനുവദിച്ചു തരുമോ എന്ന് എനിക്കറിയില്ല. എന്റെ കുട്ടിക്കാലത്ത് ഇന്ത്യയിൽ ഈ രോഗം വളരെ വിരളമാണ്. ഓങ്കോളജി എന്നൊരു ഡിപ്പാർട്ട്മെന്റിന് ഒരു 25-30 കൊല്ലത്തിന്റെ ആയുസ്സായിട്ടു. Am I right? അന്നിവിടെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തിരുന്നത് കൂടുതലായും ആയുർവേദ വിശകുരന്മാരായിരുന്നു. പ്രത്യേകിച്ചും പ്രഗത്ഭരായ കൊട്ടാരം വൈദ്യന്മാരും മറ്റും. വളരെ വളരെ ശ്രമിച്ചാണ് അന്ന് അപ്പോത്തിക്കിരിമാർ ഏതാണ്ടൊരു 50 കൊല്ലത്തിനപ്പുറം
ജനങ്ങളുടെ ഇടയിലേക്ക് പതുക്കെ കടന്നു ചെന്നു. ഉപേക്ഷിക്കുന്ന രോഗികളെയാണ് അവർക്ക് ആദ്യം ലഭിച്ചിട്ടുള്ളത്. അവരുടെ ത്യാഗവും അവർ തന്നെ വെള്ളം തിളപ്പിച്ച് അവർ തന്നെ ഇഞ്ചക്ഷനും മറ്റുമൊക്കെ എടുത്തു വന്നപ്പോഴുള്ള ത്യാഗമാണ് പിന്നീട് പ്രഗത്ഭരായ ആയുർവേദ ഭിഷഗ്വരന്മാരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രഗത്ഭരായ മോഡേൺ മെഡിസിന്റെ ഡോക്ടർമാരുണ്ടാകാൻ കാരണം. അലോപ്പതി എന്ന പദം അധികം ഉപയോഗിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നല്ല പദമല്ല. അത് ഹനീമാൻ ഒരിക്കൽ കളിയാക്കി പറഞ്ഞതാണ്. ആ പദത്തിനർത്ഥം മറ്റേ രോഗമെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നമുക്ക് ആ പദം അങ്ങ് ഒഴിവാക്കാം. മോഡേൺ മെഡിസിൻ എന്ന് ഉപയോഗിക്കാം മാന്യമായി. ഏതൊരു വൈദ്യശാസ്ത്രത്തെയും ബഹുമാനിച്ച് സംസാരിക്കണമെന്നുള്ളതുകൊണ്ട്. അതിൻ്റെ അകത്ത് പിന്നീടാണ് ഡെവലപ്മെന്റുകൾ പലതും ഉണ്ടായത്. അതിൽ നിങ്ങളുടെ ബഹുമാന്യനായ MLA പറഞ്ഞ പോലെ വൈദ്യശാസ്ത്രത്തിന്റെ വിപുലങ്ങളായ മരുന്നുകളുടെ ലോകത്തേക്ക് അന്തർദേശീയമായ വ്യവസായികളൊക്കെ വരുമ്പോൾ വരുന്ന മാറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്തു തന്നെയായാലും ആദ്യകാലത്ത് ഈ രോഗം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത് വളരെ വർദ്ധിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ജനങ്ങളിൽ ആദ്യമുണ്ടായത് ഭയമാണ്. ഭയം സ്വന്തം രോഗത്തിൻ്റെതായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 60കളിലെ സാഹിത്യവും സിനിമയും നിങ്ങൾ എടുത്താൽ ഇതിന്റെ ബീജം 1960കളിൽ ഏറ്റവും കൂടുതൽ വൈദ്യശാസ്ത്രപരമായി പനിക്കുള്ള മരുന്നുകളുള്ള ആയുർവേദത്തെ നേരിട്ടത് അന്നിറങ്ങിയ നോവലുകളാണ്. മിക്കവാറും പ്രഗത്ഭ നോവലിസ്റ്റുകളുടെ എല്ലാം പുസ്തകങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം പനി വന്ന് മരിച്ചു പോകുന്നു. വൈദ്യശാസ്ത്രത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല, കാരണം അത് ശാസ്ത്രീയമല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആയുർവേദം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആയുർവേദം മനസ്സിനെ അത്രയേറെ പ്രാധാന്യമുള്ളതായി കാണുമ്പോൾ വ്യക്തി മനസ്സും സമൂഹ മനസ്സും അതിൽ എങ്ങനെ പങ്കുവഹിക്കുന്നു എന്ന് അറിയേണ്ടതായിരുന്നു. ജാഗ്രത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും അന്ന് തന്നെ അതീവ പ്രാധാന്യത്തോടെ പഠിക്കുന്ന ആയുർവേദം അതിന് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടതായിരുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഒതുക്കി നിർത്തുകയാണ്, എല്ലാം പറയാനുള്ള സമയം കിട്ടുന്നതിന് വേണ്ടി. അതുകൊണ്ട് എന്തെങ്കിലും സംശയം വരുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അതുണ്ടായില്ല. ഫലമായി ജനങ്ങളിലേക്ക് നിലവിൽ പനിക്കൊരു മരുന്നില്ല എന്നും പനി ഭീകരമാണെന്നും ഉള്ള സന്ദേശം ആദ്യമായി കൊടുത്തുവിട്ടത്, പേരെടുത്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, SK പൊറ്റക്കാട് ഉൾപ്പെടെയുള്ള ആദ്യകാല സാഹിത്യകാരന്മാർ. അന്ന് ജനങ്ങളിലേക്ക് വന്ന ഭയവും ഒപ്പം പെട്ടെന്ന് വന്ന പനിയൊക്കെ പെട്ടെന്ന് പിടിച്ചു നിർത്തുന്നു എന്ന തോന്നലുണ്ടാക്കിയപ്പോൾ വന്ന ഔഷധങ്ങളും ഒരു വശത്തുകൂടി മാരകങ്ങളായ രോഗങ്ങൾക്ക് പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് അതിപ്രഗത്ഭരായ ആധുനിക വൈദ്യവിശാരദന്മാർ തന്നെ പടിഞ്ഞാറൻ നാടുകളിൽ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നും അത് പ്രാധാന്യത്തോടെ എടുത്തു കഴിഞ്ഞിട്ടില്ല. സാഹിത്യവും കലയും രോഗമുണ്ടാക്കുമോ എന്നറിയണമെങ്കിൽ ഭരതന്റെ നാട്യശാസ്ത്രത്തോളം നാം പഴമയിലേക്ക് പോകേണ്ടി വരും. എന്ന് തന്നെയല്ല, നിങ്ങൾ ആയുർവേദത്തിനായാലും മോഡേൺ മെഡിസിനായാലും പഠിക്കുന്ന കുട്ടികൾ നിദാനം പഠിക്കുന്ന വേളയിൽ, ഡയഗ്നോസിസ് പഠിക്കുമ്പോൾ ദുർബല മനസ്സുകളിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ ആ രോഗം എനിക്കുണ്ട് എന്ന് ഒരു തോന്നലുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലരെങ്കിലും പ്രൊഫസറെ പോയി കാണും, അതിന് മരുന്ന് വാങ്ങിക്കും. മോഡേൺ മെഡിസിനിൽ ഇത് വളരെ കൂടുതലാണെന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കി തീരുമാനിക്കുക. പ്രഗത്ഭരായ ഭിഷഗ്വരന്മാർ അതിന് പ്ലാസിബോ കൊടുത്ത് സമാധാനിപ്പിച്ചു വിടുകയാണ്, അല്ലാതെ വേറൊന്നും സംസാരിക്കുകയല്ല. സംസാരിച്ചുവെങ്കിൽ ആ രോഗം കൂടും. പിന്നീട് പഠിത്തമെല്ലാം കഴിഞ്ഞ്
മരുന്ന് കുറിക്കാൻ തുടങ്ങുമ്പോഴാണ് അറിയുന്നത് എനിക്ക് പ്രൊഫസർ കുറിച്ചു തന്നത് പ്ലാസിബോ ആയിരുന്നു എന്ന്. പലപ്പോഴും പ്ലാസിബോ എഫക്റ്റ് വളരെ കൂടുതലായി മോഡേൺ മെഡിസിനിൽ കാണുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. മനസ്സ് എന്നുള്ളതിനെ അധികം പ്രാധാന്യത്തോടെ ആയുർവേദ ഗ്രന്ഥങ്ങളും അതിന്റെ പൂർവികരും പഠിച്ച മാതൃകയിൽ പഠിക്കാൻ കഴിയുമെങ്കിൽ ഒട്ടേറെ അന്ധവിശ്വാസങ്ങളെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും, തീർത്തും ഉപേക്ഷിക്കാൻ പറ്റാതെ വരും. അതിലൊന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. സാഹിത്യവും കലയും കൊണ്ട് കേരളത്തിൽ ഒരു കാലത്ത് കുടുംബ ചിത്രങ്ങൾ, ഇപ്പോഴും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ പടം അധികം കാണാൻ പോയിട്ടില്ല, അതുകൊണ്ട് അത്ര കൃത്യമായൊരു സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയാൻ പറ്റില്ല. എങ്കിലും നിങ്ങളുടെ ഓർമ്മ ശരിയാകുമെങ്കിൽ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ കുടുംബ ചിത്രങ്ങളും തുടക്കം മുതൽ ഒടുക്കം വരെ കരയുന്ന ചിത്രങ്ങളാണ്. സമ്മതിക്കുമോ നിങ്ങളെന്ന് എനിക്കറിയില്ല. ശരിയാണോ? ചിരിക്കുന്ന ചിത്രങ്ങളൊന്നും കുടുംബ ചിത്രമല്ല. കരയിപ്പിക്കണമെങ്കിൽ രോഗം, അംഗഭംഗം, പീഡനം ഇവയൊക്കെ അതിനകത്ത് അനിവാര്യമാണ്. പലപ്പോഴും എക്സെപ്ഷനെ ജനറലൈസ് ചെയ്യുന്ന, അപവാദത്തെ ഉത്സർഗീകരിച്ച് കാണുന്ന സമയത്ത് സമൂഹ മനസ്സ് എന്നൊന്ന് കിടക്കുന്ന വ്യക്തിയുടെ മനസ്സ് സമൂഹ മനസ്സായി ചേരുമ്പോൾ ആ അനുഭവം തന്റെയാണെന്ന് തോന്നുകയും ഹോർമോണുകളും എൻസൈമുകളുമെല്ലാം ആ രീതിയിൽ മാറി മറിയുകയും ചെയ്യും. സെൻസോറിയത്തിനും ന്യൂറോണിയത്തിനും മോട്ടോറിയത്തിനും മാറ്റം വരും ആധുനിക രീതിയിലെ ഭാഷ ഉപയോഗിച്ചാണ്. പൗരാണികന്റെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്ക് മാറ്റമുണ്ടാകും. അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉറങ്ങാൻ കഴിയുമോ? ഇന്നലെയുള്ളവർ ഉറങ്ങിയ പോലെ എന്ന് നോക്കിയാൽ മതി. ഇന്നലെയുള്ളവർ ഉച്ചയ്ക്കാണ് ഭക്ഷണം കൂടുതൽ കഴിച്ചത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ ലഘുവായി കഴിക്കണം. രാത്രി ഡിന്നർ, എല്ലാ ഹോട്ടലുകളിലും ഒക്കെ ഡിന്നർ രാത്രിയിലാണ്. രാത്രിയിൽ ദഹനം കുറയും. രാത്രിയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. കിടക്കുന്നത് വിശാലമായ മെത്തയിലല്ലിന്ന്, മുട്ടോളം ഉയരമുള്ള വിശാലമായ മെത്തയിൽ കിടക്കണം. സംഘർഷമുണ്ടാക്കുന്ന, വികാരാവേശമുണ്ടാക്കുന്ന ഒരു കാര്യത്തിനും ഉറക്കത്തിന് മുമ്പ് ഇടപെടരുതെന്നാണ്. ഇന്ന് എല്ലാ ചർച്ചയും ബഹളവും രാത്രിയിലാണ്. കുട്ടികൾ 20 മണിക്കൂർ എങ്കിലും ഉറങ്ങണമെന്നാണ് ശിശുക്കൾ. 24 മണിക്കൂറിൽ 20 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ്. മിനിമം 6 മണിക്കൂർ ഒരാൾ ഉറങ്ങിയിരിക്കണം എന്ന് നിർബന്ധമാണ്. നമ്മളുടെ ഇടയിൽ ഉറങ്ങുന്നവരുടെ എണ്ണം തന്നെ വളരെ കുറഞ്ഞു കഴിഞ്ഞു. രോഗം കൂടാൻ എളുപ്പമാണ്. ഉറക്കം നഷ്ടപ്പെടുത്തുന്നവയാണ് നമ്മൾ അറിയുന്ന നോവലുകളും സാഹിത്യവും കലയും, സിനിമകൾ പ്രത്യേകിച്ച്. പലതും വിചാരധാരയിൽപ്പെട്ടവയാണ്. കാഫ്കയുടെയും ഒക്കെ ആഗമനത്തിനു ശേഷം സാഹിത്യം ഇന്ത്യയിൽ ആ രീതിയിലേക്ക് മാറുകയും കാമുവിന്റെയും മറ്റും രംഗപ്രവേശം കൊണ്ട് ആ രീതിയിലേക്ക് ഇന്ത്യൻ സാഹിത്യവും മാറിമറിയുകയും ചെയ്തപ്പോൾ ഒട്ടേറെ സംഘർഷ സന്ധികളെ സൃഷ്ടിച്ചിട്ടാണ് കഥ അവസാനിക്കുന്നത്. പ്രഗത്ഭരായ ഇന്ത്യൻ സിനിമാ നടന്മാരിൽ, മലയാള സിനിമാ നടന്മാരിൽ ഇത്തരം രംഗങ്ങൾ കാഴ്ചവെച്ച് ഭരിപ്പിച്ചവർ പലരും ക്യാൻസർ വന്നാണ് പിന്നീട് മരിച്ചത്. സ്ഥിതിവിവരക്കണക്ക് നിങ്ങൾക്ക് എടുക്കാം. 2, ആ കാലഘട്ടത്തിനു ശേഷമാണ് പൊതുവെ പരമാവധി നോക്കാം. പൊതുവെ നമ്മുടെ ഇടയിൽ ഈ രോഗം വളരെ കൂടിയത് ആഫ്റ്റർ ദി ആർട്ട് as well as the writings, modern writings, plus the cinema, which contains so many diseases, particularly in the case of hero and heroine, because almost all the people are looking towards the heroes and heroines.
When a heroine is affected by some disease or hero is affected by some disease, the common unconscious of the public will react in such a way that it is affected to them also. In such a time, the hormones, the enzymes, particularly the ductless hormones, pituitary, adrenal, thyroid, etc. and etc. will array in a negative way. ഇത് വലിയൊരു കാര്യമായി അന്നത്തെ ആളുകൾ മനസ്സിലാക്കിയില്ല. അതല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലെ 60 വയസ്സ് കഴിഞ്ഞവരുടെ കുട്ടിക്കാലത്ത് വളരെയധികം വീടുകളിൽ കല്യാണത്തിനും അടിയന്തരത്തിനും ഒക്കെ ധാരാളം മുറുക്കാനും ബീഡിയും സിഗരറ്റും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് നല്ലതല്ല, അതിനെ സപ്പോർട്ട് ചെയ്യാനല്ല ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് നാളെ പോയി ഉടനെ വലിക്കരുത്. എന്നിട്ട് പോലും അത് കാണിക്കാനാണ് പ്രഥമമല്ല ന്യായത്തിൽ പറഞ്ഞതാണ്, അഥവാ അർത്ഥാപത്തിയിൽ പറഞ്ഞതാണ്. ദണ്ഡാഭൂപന്യായം തന്നെയാണ് അർത്ഥാപത്തി. അപ്പം കോലയിൽ എഴുതി കുത്തിവെച്ചിട്ട് കോലെഴുതുന്നു എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ കാര്യം പറയണ്ട. അത്രയേറെ സിഗരറ്റും മുറുക്കാനും ഒക്കെ ഉപയോഗിച്ചിട്ട് പോലും അന്ന് ഈ രോഗം ഇത്രയധികം കണ്ടില്ല. ഇന്ന് വളരെ കൂടുതലാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഇതിന് കാരണം സംഘർഷം വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ദിശയിൽ ആ കാലഘട്ടത്തിലെ സിനിമകൾ, അതിനുശേഷം മാത്രമാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റും ഒക്കെ വന്നതെന്ന് നിങ്ങൾക്ക് സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാവും. രണ്ടാമത്, മനുഷ്യനെല്ലാം ഒരിക്കൽ മരിക്കണം. ഫോർ ഈച്ച് സെൽ there is a development process: birth, growth, senescence and death. ഫെർട്ടിലൈസേഷൻ കഴിയുന്നത് മുതൽ, ബീജ സങ്കലനം കഴിയുന്നത് മുതൽ ക്രമമായി അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അവക്ഷീയതേ വിനശ്യതേ എന്ന ഷഡ്വികാരങ്ങളുണ്ട്. ഫെർട്ടിലൈസേഷൻ, എ ഗ്രോത്ത്, then a birth, then growth, then senescence, then death. In a particular time, if some urges are reaching to the cytoplasm, when a time of a law of diminishing marginal utility type thought, people will be not at all interested to live, particularly live together. നമ്മുടെ കോശങ്ങളുടെ ഒരു പ്രത്യേകത അനുസരിച്ച് എല്ലാം തൃപ്തമായി എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ ജീവിത വിരക്തി ഓരോ കോശത്തിനും സംഭവിക്കും. കോശത്തിന് വിരക്തി സംഭവിക്കുമ്പോൾ മരണം വിളിച്ചു വരുത്താൻ അത് ഇഷ്ടപ്പെടുകയും കില്ലർ ഹോർമോണുകളെ വിടുകയും ചെയ്യും. ഇത് ഞാൻ രാവിലെ ചിലരോട് പറയുണ്ടായി. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ക്യാൻസറിനെ കുറിച്ചുള്ള പഠനത്തിൽ കണ്ടത്. ബിക്കോസ് in India this disease was a great disease, particularly for the renounced. In 1960s, before that, almost this disease was affected to eminent sannyasis. So it is not a disease of the common people.
നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാം. പേരെടുത്ത ഇന്ത്യൻ സന്യാസിമാരിൽ വളരെ ഉന്നതരായ പലരും ഈ രോഗം കൊണ്ടാണ് മരിച്ചത്. നിങ്ങളിത് അവയറാണോ എന്ന് എനിക്കറിയില്ല. ഒട്ടേറെ പേർ വിരക്തി മനുഷ്യന് വരുമ്പോൾ, മടുപ്പ് വരുമ്പോൾ കോശങ്ങൾ സ്വയം മരണത്തെ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ പോരെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്പം കൂടെ ശ്രദ്ധിച്ചാൽ കോശത്തിന് വാർദ്ധക്യം വരുന്നു. പ്രകൃത്യ ഒരു പ്രായത്തിലുണ്ടാകേണ്ട വാർദ്ധക്യം നേരത്തെ വരുന്നു. അതുകൊണ്ട് ആ രംഗത്തുള്ള പലരും 50 വയസ്സിൽ താഴെയാണ് അതിപ്രഗത്ഭരായ പലരും കാലയവനികയിലേക്ക് മടങ്ങും. ഇതിൽ പലപ്പോഴും അവർക്ക് വന്ന രോഗങ്ങളെ എടുത്താൽ അവരേത് വിഷയത്തിലാണ് മടുത്തത്? ആഹാരത്തോട് മടുത്തവർ, അന്നനാളം മുതലായവയിലൂടെ. കർമ്മത്തോട് മടുത്തവർ, കർമ്മേന്ദ്രിയങ്ങളുടെ കോശങ്ങളിൽ വാർദ്ധക്യം വന്നുകൊണ്ട്. പ്രവചനാദികളോട് മടുത്തവർ, കണ്ഠം മുതൽ മുകളിലേക്കുള്ള അവയവങ്ങളിലേക്ക്. ഇങ്ങനെയൊക്കെ കൂടി ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കുറച്ചൊക്കെ മനസ്സിലാവും. ഇതൊരു ഭാഗമാണ്. അപ്പോ ഒന്ന് കലാ സാഹിത്യം, 2 ജീവിതത്തോടുള്ള മടുപ്പ്. Now the thing is that modern people are not at all interested to live together. Just like the age-old sannyasis of India. They are not at all interested to live in a home. You have a number of houses, but there are no homes, no families. Because almost all your relations are tampered by so many things, not one or two. So you think whether it is true or false. ഒട്ടേറെ ബന്ധങ്ങൾ ഇന്ന് തകർച്ചയിലാണ്. More than that, people are acting against all establishments. Anyone in politics or in family or in religion or in any organization, you can see a person who is against the well-being of the organization together is considered as a hero in India. Am I right? Am I right? This is the time of rebels. When that rebellion is going on, what will happen to your Douglas glands? What will happen to your enzymes? What will happen to your hormones? എനിക്ക് തോന്നുന്നത് എരിയുന്ന തീയിലേക്ക് എണ്ണയൊഴിക്കുന്നത് പോലെ മനുഷ്യന്റെ എസ്റ്റാബ്ലിഷ്മെന്റുകളോടുള്ള വിരോധവും ഒറ്റപ്പെടാനുള്ള ത്വരയും അതിര് കടന്ന മരവിപ്പും പടുപ്പും
ഈ രോഗത്തിന്റെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും വേണ്ടത്ര പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ്. Another thing is that modern food. Almost all our food is mutated food. Mutation means by the help of contraceptive hormones. Almost all the vegetables are mutated by these contraceptive hormones, particularly bananas, brinjal, then pineapple, etc. and etc. There is no farmer in India now. It is just like trade and commerce. കർഷക വൃത്തി മാറുകയും കർഷകന്റെ സ്ഥാനം വ്യവസായി കയറിക്കൂടുകയും ചെയ്തതോടുകൂടി ലാഭത്തിൽ വന്ന കൊതി തോട്ടങ്ങൾ ഒന്നിച്ചു കൊലപ്പിക്കാനായി. അതുകൊണ്ട് കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകൾ കണ്ടമാനം ഉപയോഗിക്കാൻ തുടങ്ങി. Each cell is potentially divine as well as it can live for ages. In cellular biology, after Hayflick, Alexis Carrel did that wonderful thing by allowing a chicken blast to live for more than 35 years. Alexis Carrel ഹേഫ്ലിക്കിനു ശേഷം 35 വർഷത്തോളമാണ് ഒരു കോഴിയുടെ സെല്ല് കോശം ഗവേഷണാവശ്യത്തിന് വളർത്തി നിർത്തിയത്. That much kinematics, medicinal kinematics within a cell is there. Even then, our awareness is different. So much so that we eat almost all modern food, particularly mutated food. What is harming it? What is mutation as it is? A cell divided into two, two divided into four. While that division is going on, if a cell is divided into two stem cells, it is growth. When that division comes to a stem cell as well as an end cell, that growth is arrested. It cannot grow. When two end cells are coming, no division is there. That is aging. നമ്മുടെ ബഹുമാന്യനായ MLA പറഞ്ഞ പോലെ ഒരു കോഴിയെ 27 ദിവസം കൊണ്ട് ആണ് തിന്നാറാക്കിയെടുക്കുന്നത്. 40 ദിവസത്തിനുള്ളിൽ തിന്നണം. 40 ദിവസം കഴിഞ്ഞാൽ അതിന് വാർദ്ധക്യമാണ്, വേഗമില്ല. ഈ പ്രോസസ്സ് നടക്കുന്നത് അതിന്റെ കോശങ്ങളെ വിഭജിക്കുവാൻ ഈ ഹോർമോണുകൾ കൊടുത്തിട്ടാണ്. ഈ ഹോർമോൺ ആ ഫുഡിലുണ്ട്. ഇഫ് ദാറ്റ് ഹോർമോൺ ഈസ് വിതിൻ ദാറ്റ് ഫുഡ്, whether that will mutate your cells or not.
That is real science. But we are not interested in real science. Any common man can think that if that hormones mutated the living cell into a number of cells and reached to an aging process. If so, whether the hormones within that meat will change your cells